നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജീവനക്കാരുടെ അശ്രദ്ധ. ഷാർജയിൽ മലയാളി ബാലിക സ്കൂൾ ബസ്സിൽ കുടുങ്ങി, ആയുസ് തുണച്ചു. കഅബ കണ്ണിറിയെ കണ്ടും പ്രാർത്ഥിച്ചും മലയാളി തീർത്ഥാടകർ. വിദ്യാർത്ഥി സ്കൂൾ ബസ്സിൽ കുടുങ്ങിയ സംഭവം. യാത്ര സുരക്ഷിതമാക്കാൻ UAE. വിവരങ്ങൾ അറിയിക്കാൻ ആപ്പുകൾ. നഷ്ടപ്പെട്ട ബാഗുകൾ വീണ്ടെടുത്ത് നൽകാൻ സംവിധാനവുമായി ഇന്ത്യൻ ഹജ്ജ് മിഷൻ. UAE പാസ് സുരക്ഷിതം. സിഗ്നേച്ചർ നൽകിയാൽ മാത്രം സേവനങ്ങൾ. അബുദാബി IIT പ്രവേശനം. സംശയ നിവാരണത്തിന് ഓപ്പൺ ഹൗസ്. പ്രവാസികൾക്ക് തുണയായി നീതിമേള. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ജീവനക്കാരുടെ അശ്രദ്ധ. ഷാർജയിൽ മലയാളി ബാലിക സ്കൂൾ ബസ്സിൽ കുടുങ്ങി, ആയുസ് തുണച്ചു. ജീവനക്കാരുടെ അശ്രദ്ധ മൂലം വീണ്ടും സ്കൂൾ വിദ്യാർത്ഥി ബസ്സിൽ ഒറ്റപ്പെട്ടു. ഒരാഴ്ച മുൻപ് 7 വയസ്സുകാരൻ വാഹനത്തിൽ ശ്വാസം മുട്ടി മരിച്ചതിന് പിന്നാലെയാണ് ഷാർജയിൽ മലയാളി ബാലിക വാഹനത്തിൽ 2.5 മണിക്കൂറിലേറെ അകപ്പെട്ടത്. മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള സ്വകാര്യ സ്കൂളിലാണ് സംഭവം. കൊല്ലം ചിന്നക്കട സ്വദേശി യാസിൻ ഫാത്തിമ ദമ്പതികളുടെ 4 വയസ്സുള്ള മകളാണ് വാഹനത്തിൽ കുടുങ്ങിയത്. ഷാർജ റോളയിലെ അൽ ഷൊഹൈമിൽ നിന്ന് രാവിലെ 6:05 കുഞ്ഞ് സ്കൂൾ ബസ്സിൽ കയറിയത്. 6:35 സ്കൂളിലെത്തി. എന്നാൽ എല്ലാ കുട്ടികളും ഇറങ്ങിയെന്ന് ഉറപ്പുവരുത്താതെ വാഹനം പൂട്ടി ഡ്രൈവറും കണ്ടക്ടറും പോയതായി രക്ഷിതാക്കൾ പറയുന്നു. അരമണിക്കൂറിന് ശേഷം മുതിർന്ന കുട്ടികളെ കൊണ്ടുവരാൻ വാഹനം പുറപ്പെടുമ്പോഴും ബസ്സിൽ കുഞ്ഞുറങ്ങുന്നത് ജീവനക്കാർ ശ്രദ്ധിച്ചില്ലെന്നും ആരോപിച്ചു. വാഹനത്തിൽ കയറിയാൽ ഉറങ്ങുകയോ ഛർദ്ദിക്കുകയോ ചെയ്യുന്ന കുട്ടിയായതിനാൽ ദിവസേന രാവിലെ 7-ന് കുഞ്ഞിന്റെ വിവരം അന്വേഷിച്ച് ബസ് കണ്ടക്ടർക്കും ക്ലാസ് ടീച്ചർക്കും മെസ്സേജ് അയക്കാറുണ്ടെന്ന് ഫാത്തിമ പറഞ്ഞു. ഈ സന്ദേശം 7:30 കണ്ട കണ്ടക്ടർ കുഞ്ഞ് ഉറങ്ങിപ്പോയെന്നും ക്ലാസ്സിലാക്കിയില്ലെന്നും സെക്കൻഡ് ട്രിപ്പിൽ കുട്ടികളെ എടുത്തുവരുമ്പോൾ ക്ലാസ്സിൽ വിടാമെന്നുമാണ് മറുപടി ലഭിച്ചതെന്നും ഫാത്തിമ പറഞ്ഞു. കുഞ്ഞിന്റെ വിവരം അന്വേഷിച്ച് ക്ലാസ് ടീച്ചറെ വിളിച്ചപ്പോഴാണ് അവരും വിവരമറിയുന്നത്. വീട്ടുകാർ 8:10 സ്കൂളിൽ എത്തിയിട്ടും കുട്ടിയെ എത്തിച്ചിരുന്നില്ല. രക്ഷിതാക്കളോട് സ്കൂൾ അധികൃതർ മോശമായാണ് പ്രതികരിച്ചതെന്നും ആരോപണമുണ്ട്. ഷാർജ പോലീസ്, സോഷ്യൽ സർവീസ് വകുപ്പിലെ ചൈൽഡ് ആൻഡ് ഫാമിലി പ്രൊട്ടക്ഷൻ, ഷാർജ സ്വകാര്യ വിദ്യാഭ്യാസ വിഭാഗം എന്നിവിടങ്ങളിൽ പരാതി നൽകിയിരിക്കുകയാണ് രക്ഷിതാക്കൾ. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ടു. സ്കൂളിൽ നിന്ന് പറഞ്ഞുവിട്ടതോടെ വിദ്യാർത്ഥിയുടെ ഈ വർഷത്തെ പഠനവും അവതാളത്തിലായി. ഇനി അടുത്ത വർഷമേ സ്കൂളിൽ വിടാനാകൂ. അതേസമയം കുട്ടിയെ ഇറക്കാൻ മറന്നുപോയ കണ്ടക്ടറെ സസ്പെൻഡ് ചെയ്തെന്നും ബസ് ഓഫാക്കുകയോ കുട്ടി ഒറ്റപ്പെടുകയോ ചെയ്തിട്ടില്ലെന്നും സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ മാനേജർ മനോരമയോട് പറഞ്ഞു. ആദ്യ ട്രിപ്പിലെ കുട്ടികളെ ഇറക്കിയയുടൻ 2ാം ട്രിപ്പിനായി വാഹനം പുറപ്പെട്ടു. യാത്രയ്ക്കിടെ 7:05 കുട്ടി ബസ്സിലുള്ള വിവരം അറിയുന്നത്. കുഞ്ഞിനെ കണ്ടക്ടറുടെ അടുത്തു കൊണ്ടുവന്ന് ഇരുത്തിയെന്നും അതിനുശേഷമാണ് മാതാവിനെ വിളിച്ചറിയിച്ചതെന്നും പറഞ്ഞു. 8:20 ക്ലാസ് തുടങ്ങുന്ന കുട്ടികളോടൊപ്പം 7:50 തന്നെ കുഞ്ഞിനെ സ്കൂളിൽ എത്തിച്ചെന്നും രക്ഷിതാക്കൾ ബഹളം വെച്ച് അടച്ച ഫീസ് തിരിച്ച് ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് നൽകിയതെന്നും പറഞ്ഞു. സ്കൂൾ ബസ്സിലെ ക്യാമറ ദൃശ്യങ്ങൾ രക്ഷിതാക്കളെ കാണിച്ചതായും ആർക്കും പരിശോധിക്കാമെന്നും അവർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ഷാർജ. കഅബ കണ്ണിറിയെ കണ്ടും പ്രാർത്ഥിച്ചും മലയാളി തീർത്ഥാടകർ. ജീവിതത്തിലെ ആദ്യ ഉംറ തീർത്ഥാടനവും ഹറം പള്ളിയിൽ ആദ്യ ജുമുഅ നമസ്കാരവും നിർവഹിച്ചതിന്റെ നിറവിൽ മലയാളി ഹജ്ജ് തീർത്ഥാടകർ. ഈ മാസം 21-ന് മക്കയിലെത്തിയ മലയാളി തീർത്ഥാടകരാണ് വെള്ളിയാഴ്ച ആദ്യ ജുമുഅ നമസ്കാരത്തിൽ പങ്കെടുത്തത്. കഅബ കണ്ണിറയെ കണ്ടും മനം നിറയെ പ്രാർത്ഥിച്ചും ഏറെ നേരം ഹറമിൽ ചെലവഴിക്കുകയാണ് ലക്ഷ്യം. 5 നേരത്തെ നമസ്കാരത്തിനും ഹറം പള്ളിയിൽ എത്തുന്നവരാണ് ഭൂരിഭാഗവും. അസീസയിലെ താമസ സ്ഥലത്തു നിന്ന് ഹറം പള്ളി പരിസരത്തേക്ക് സൗജന്യ ബസ് സർവീസും ഹജ്ജ് മിഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മലയാളി വോളണ്ടിയർമാരുടെ സഹായവും ഇവർക്കുണ്ട്. വനിതകൾക്കായി വനിതാ വോളണ്ടിയർമാരും ടീം ഇന്ത്യ പ്രവർത്തകരും കർമ്മനിരതരാണ്. മികച്ച സേവനം വാഗ്ദാനം ചെയ്ത ഇന്ത്യൻ ഹജ്ജ് പിൽഗ്രിംസ് ഓഫീസും രംഗത്തുണ്ട്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, മക്ക, സൗദി അറേബ്യ. വിദ്യാർത്ഥി സ്കൂൾ ബസ്സിൽ കുടുങ്ങിയ സംഭവം. യാത്ര സുരക്ഷിതമാക്കാൻ UAE. വിവരങ്ങൾ അറിയിക്കാൻ ആപ്പുകൾ. സ്കൂളിലേക്കും തിരിച്ചുമുള്ള വിദ്യാർത്ഥികളുടെ യാത്ര സുരക്ഷിതമാക്കാൻ UAE.
ബസ്സിൽ കുട്ടികളെ മറക്കുക, ചൂഷണം ചെയ്യുക തുടങ്ങിയവ ഒഴിവാക്കാൻ ലക്ഷ്യമിട്ടാണ് വിവിധ എമിറേറ്റിലെ പോലീസിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ വ്യത്യസ്ത പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത്. ബസ്സിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും വിദ്യാർത്ഥികളുടെ ID കാർഡ് സ്കാൻ ചെയ്യുന്നതോടെ വിവരം രക്ഷിതാക്കൾക്ക് അപ്പപ്പോൾ അറിയാനാകും. ഈ സംവിധാനവുമായി മൊബൈൽ ബന്ധിപ്പിച്ചവർക്ക് നേരിട്ടും അല്ലാത്തവർക്ക് സ്കൂളിന്റെ പാരന്റ്സ് പോർട്ടലിലൂടെയും യാത്ര നിരീക്ഷിക്കാം. നിശ്ചിത സമയം കഴിഞ്ഞിട്ടും കുട്ടി ബസ്സിൽ നിന്ന് ഇറങ്ങിയില്ലെങ്കിലും നേരത്തെ ഇറങ്ങിയാലും വിവരമറിയും. സ്റ്റോപ്പ് മാറി ഇറങ്ങിയാലും രക്ഷിതാവിന് മുന്നറിയിപ്പ് ലഭിക്കും. കുട്ടികൾ ബസ്സിൽ കയറുന്നതോടെ സ്വമേധയാ മുഖം സ്കാൻ ചെയ്യുന്ന സ്മാർട്ട് സംവിധാനം കൊണ്ടുവരാനുള്ള ഒരുക്കത്തിലാണ് ദുബായ്. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുക. ഏതെങ്കിലും കുട്ടി സ്കൂളിലോ നിശ്ചിത സ്റ്റോപ്പിലോ ഇറങ്ങിയില്ലെങ്കിൽ ഡ്രൈവറെയോ സൂപ്പർവൈസറെയോ അറിയിക്കും. ബസ്സുകളുടെ അകത്തും പുറത്തും നൂതന ക്യാമറകൾ, വാർത്താവിനിമയ ഉപകരണങ്ങൾ, സെൻസറുകൾ എന്നിവ ഉൾപ്പെടുന്നതാണ് സ്മാർട്ട് സംവിധാനം. സ്മാർട്ട് ട്രാൻസ്പോർട്ടേഷൻ മോണിറ്ററിംഗ് സെന്ററിൽ നിന്ന് ബസ്സുകളെ പൂർണ്ണമായും നിരീക്ഷിക്കാനാകും. ഡ്രൈവർമാർ, അറ്റൻഡർമാർ, കുട്ടികൾ എന്നിവരെയും ബസ്സിന് പുറത്തുള്ള കാര്യങ്ങളും നിരീക്ഷിക്കാം. ബസ് പോകുന്ന സ്ഥലം, പ്രവർത്തനത്തിലെ പാളിച്ച തുടങ്ങിയവയും മനസ്സിലാക്കാം. അബുദാബിയിൽ സലാമ ആപ്പ് വിദ്യാർത്ഥികളുടെ യാത്ര നിരീക്ഷിക്കാൻ അബുദാബി പുറത്തിറക്കിയ സലാമ ആപ്പിൽ 672 സർക്കാർ സ്വകാര്യ സ്കൂളുകളെ ഉൾപ്പെടുത്തി. സ്കൂൾ ബസ്സുകളുടെ യാത്രാ ഗതാഗത വിഭാഗവും നിരീക്ഷിക്കും. ഏതാനും നഴ്സറികളെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂളിലും വീട്ടിലും എത്തുന്ന സമയം സലാമ ആപ്പ് രക്ഷിതാക്കളെയും സ്കൂളിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെയും സ്വമേധയാ അറിയിക്കും. ബസ് ഗതാഗതക്കുരുക്കിൽപ്പെട്ട് സ്കൂളിലോ വീട്ടിലോ എത്താൻ വൈകിയാൽ അക്കാര്യവും അറിയിക്കും. മാതാപിതാക്കൾ, സ്കൂൾ അധികൃതർ, ബസ് ഓപ്പറേറ്റർമാർ, ബസ് ഡ്രൈവർമാർ, സൂപ്പർവൈസർമാർ എന്നിവരുടെ ഫോണുകൾ ആപ്പ് വഴി ബന്ധിപ്പിച്ചാണ് വിവര കൈമാറ്റം. ബസ് ജീവനക്കാരുടെ മോശം പെരുമാറ്റത്തെക്കുറിച്ച് പരാതിപ്പെടാൻ ടോൾ ഫ്രീ നമ്പറുമുണ്ട്. 800-850. യുവർ ചിൽഡ്രൻ ആൻഡ് സേഫ് ഷാർജയിൽ സ്വകാര്യ വിദ്യാഭ്യാസ വിഭാഗം പുറത്തിറക്കിയ യുവർ ചിൽഡ്രൻസ് ആൻഡ് സേഫ് ആപ്പിൽ 122 സ്വകാര്യ സ്കൂളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രക്ഷിതാക്കൾക്കും ബസ് സൂപ്പർവൈസർമാർക്കും ബസ്സിൽ കയറുന്ന വിദ്യാർത്ഥികളുടെ ഹാജർ രേഖപ്പെടുത്താം. കുട്ടികളെ സ്കൂളിലേക്കും തിരിച്ചും കൊണ്ടുപോകുമ്പോൾ ബസ്സിന്റെ ചലനം നിരീക്ഷിക്കാനും സാധിക്കും. കുട്ടി കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ID കാർഡ് സ്വൈപ്പ് ചെയ്യുന്നതോടെ വിവരം സ്കൂളിനും രക്ഷിതാക്കൾക്കും അറിയാം. അടിയന്തര സാഹചര്യങ്ങളിൽ മുന്നറിയിപ്പും ഇതുവഴി നൽകാം. ബസ് ജീവനക്കാർ ഉത്തരവാദിത്തം മറക്കരുത്. ട്രാക്കിംഗ് സംവിധാനം ഒരുക്കാത്ത ബസ്സിലും സ്വകാര്യ വാഹനങ്ങളിലുമാണ് കുട്ടികളെ മറക്കുന്ന സ്വഭാവം ആവർത്തിക്കുന്നത്. സ്മാർട്ട് സംവിധാനമുണ്ടെങ്കിലും നിർത്തിയിട്ട ബസ്സിൽ കുട്ടികളില്ലെന്ന് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം ബസ് ജീവനക്കാർക്കുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, UAE. നഷ്ടപ്പെട്ട ബാഗുകൾ വീണ്ടെടുത്ത് നൽകാൻ സംവിധാനവുമായി ഇന്ത്യൻ ഹജ്ജ് മിഷൻ. ഇന്ത്യൻ ഹജ്ജ് തീർത്ഥാടകരുടെ നഷ്ടപ്പെട്ട ബാഗുകളും മറ്റും വീണ്ടെടുത്ത് ഉടമയ്ക്ക് എത്തിക്കുന്നതിന് ഇന്ത്യൻ ഹജ്ജ് മിഷന് കീഴിൽ മക്കയിലും മദീനയിലും പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തി. മിസ്പ്ലേസ്ഡ് ബാഗേജ് സെൽ എന്ന പേരിൽ തുറന്ന ഓഫീസ് വഴിയാണ് പ്രവർത്തനം. നഷ്ടപ്പെട്ട വസ്തുക്കൾ സംബന്ധിച്ച് ലഭിച്ച പരാതി ഔദ്യോഗികമായി രേഖപ്പെടുത്തിയ ശേഷം വിവരങ്ങൾ ഉദ്യോഗസ്ഥന്മാരുടെയും വോളണ്ടിയർമാരുടെയും തീർത്ഥാടകരുടെയും ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. കണ്ടുകിട്ടുന്ന വസ്തുക്കൾ ബന്ധപ്പെട്ടവർ മക്കയിലോ മദീനയിലോ ഉള്ള മിസ്പ്ലേസ്ഡ് ബാഗേജ് സെല്ലിനെ അറിയിക്കണം. തുടർന്ന് ഉദ്യോഗസ്ഥർ യഥാർത്ഥ ഉടമയെ കണ്ടെത്തി കൈമാറുന്നതാണ് സംവിധാനം. ടാഗില്ലാത്ത ബാഗേജ് ആണെങ്കിൽ പരാതി രേഖപ്പെടുത്തി തെളിവുകൾ നിരത്തി വീണ്ടെടുക്കാൻ ശ്രമിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, മക്ക, മദീന, സൗദി അറേബ്യ. UAE പാസ് സുരക്ഷിതം. സിഗ്നേച്ചർ നൽകിയാൽ മാത്രം സേവനങ്ങൾ. UAE നിവാസികളുടെ ഡിജിറ്റൽ തിരിച്ചറിയൽ രേഖയായ UAE പാസ് പൂർണ്ണ സുരക്ഷിതമാണെന്ന് ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡിജിറ്റൽ ഗവൺമെന്റ് റെഗുലേറ്ററി അതോറിറ്റി അറിയിച്ചു. UAE പാസ് ആപ്പ് ഉപയോഗിച്ചുള്ള തട്ടിപ്പിനെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു അതോറിറ്റി. UAEയിലെ സർക്കാർ വകുപ്പുകൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കുമിടയിൽ ഔദ്യോഗിക രേഖകൾ അപ്ലോഡ് ചെയ്യാനും പരിശോധിക്കാനും പങ്കിടാനുമാണ് UAE പാസ് ആപ്പ് ഉപയോഗിക്കുന്നത്. UAE പാസിലേക്ക് ഏതെങ്കിലും അറിയിപ്പുകളോ ലോഗിൻ അഭ്യർത്ഥനകളോ ലഭിക്കുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നും എക്സ് പ്ലാറ്റ്ഫോമിലൂടെ TDRA ഓർമ്മിപ്പിച്ചു. നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് അനധികൃതമായി പ്രവേശിക്കാൻ ശ്രമിക്കുന്നവർക്ക് അനുമതി നൽകരുത്. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതിനു മുൻപ് നന്നായി പരിശോധിച്ച് ഉറപ്പുവരുത്തണം. ഡിജിറ്റൽ സേവനം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി UAEയിലെ എല്ലാ സർക്കാർ സേവനങ്ങളും UAE പാസുമായി ബന്ധിപ്പിച്ചു വരികയാണ്. മന്ത്രാലയങ്ങൾ, സർക്കാർ ഓഫീസുകൾ എന്നിവിടങ്ങളിലെ സേവനത്തിന് UAE പാസ് നിർബന്ധമാക്കുകയാണ്. UAE പാസ് മുഖേന സിഗ്നേച്ചർ നൽകിയാലേ സേവനം ലഭിക്കൂ.
വിസ സ്റ്റാമ്പ് ചെയ്യുക, പുതുക്കുക, കെട്ടിടം വാടകയ്ക്കെടുക്കുക, വാടക കരാർ പുതുക്കുക, ജലവൈദ്യുതി കണക്ഷൻ എടുക്കുക തുടങ്ങിയ സേവനങ്ങൾ UAE പാസുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ സ്വദേശികളും വിദേശികളും UAE പാസ് എടുക്കണം. സേവനങ്ങൾ ഏറെ എമിറേറ്റ്സ് ID, വിസ എന്നിവ എടുക്കുക, പുതുക്കുക, കെട്ടിടം വാടകയ്ക്കെടുക്കുക, വാടക കരാർ അറ്റസ്റ്റ് ചെയ്യിക്കുക, പുതുക്കുക, വാഹനം രജിസ്റ്റർ ചെയ്യുക, സർക്കാർ സേവനങ്ങൾക്കുള്ള ഫീസ് അടയ്ക്കുക, ബിസിനസ് ആരംഭിക്കുക തുടങ്ങി 5000-ഓളം സേവനങ്ങൾക്കുള്ള ഇടപാടുകൾ UAE പാസ് ഉപയോഗിച്ച് സ്വന്തമായി 24 മണിക്കൂറും നടത്താം. നടപടിക്രമങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളവർക്ക് സർക്കാർ ഓഫീസിനെയോ ടൈപ്പിംഗ് സെന്ററിനെയോ ആശ്രയിക്കുന്നത് ഒഴിവാക്കാം. ദുരുപയോഗം ഒഴിവാക്കാം. UAE പാസ് മറ്റൊരാൾക്ക് ദുരുപയോഗം ചെയ്യാൻ സാധിക്കില്ല. ഇതുപയോഗിച്ച് ഏതെങ്കിലും സർക്കാർ സേവനത്തിന് ശ്രമിച്ചാൽ ബന്ധപ്പെട്ട വകുപ്പ് അതത് വ്യക്തിക്ക് മൊബൈലിൽ അയക്കുന്ന കോഡ് നൽകിയാൽ മാത്രമേ സൈറ്റ് തുറക്കൂ. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, UAE. അബുദാബി IIT പ്രവേശനം, സംശയ നിവാരണത്തിന് ഓപ്പൺ ഹൌസ്. IIT ഡൽഹി അബുദാബി പ്രവേശനവുമായി ബന്ധപ്പെട്ട സംശയ നിവാരണത്തിന് ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൌസ് സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ 500-ലേറെ പേർ പങ്കെടുത്തു. 2024-25 അക്കാദമി വർഷത്തിൽ ആരംഭിക്കുന്ന ബിരുദ കോഴ്സിലേക്കുള്ള പ്രവേശന നടപടികൾ ഇതിനകം തുടങ്ങിയിട്ടുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, എനർജി എഞ്ചിനീയറിംഗ് എന്നിവയിൽ BTech കോഴ്സുകളിലേക്കാണ് പ്രവേശനം. ഓരോ കോഴ്സുകൾക്ക് 30 സീറ്റുകൾ വീതം ആകെ 60 സീറ്റുകളാണ് ഉള്ളത്. ആദ്യ ബാച്ച് വിദ്യാർത്ഥികളുടെ പ്രവേശനം അടുത്ത ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ ഉണ്ടാകും. പ്രവാസികൾക്ക് തുണയായി നീതിമേള. എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രവാസി ഇന്ത്യൻ ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ UAEയിലെ വിവിധ മലയാളി സംഘടനകളുമായും പ്രമുഖ അഭിഭാഷകരുമായും സാമൂഹ്യ പ്രവർത്തകരുമായി സഹകരിച്ച് പ്രവാസി ഇന്ത്യക്കാരായ UAE നിവാസികൾക്കും പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് തിരിച്ചുപോയവർക്കുമായി നീതിമേള നടക്കും. പ്രവാസികൾ നാട്ടിലും വിദേശത്തും അഭിമുഖീകരിക്കുന്ന നിയമപ്രശ്നങ്ങൾക്ക് നീതിമേളയിലൂടെ പരിഹാര നിർദ്ദേശങ്ങൾ ലഭ്യമാവും. അവശ്യഘട്ടങ്ങളിൽ ബന്ധപ്പെട്ട വകുപ്പുകളുമായി ഇടപെട്ട് പരിഹാരങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യും. പാസ്പോർട്ട്, ആധാർ കാർഡ്, എംബസിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, വിസ, റിക്രൂട്ട്മെന്റ് തട്ടിപ്പുകൾ, സാമ്പത്തിക ഇടപാടുകൾ സംബന്ധമായ തർക്കങ്ങൾ, നിക്ഷേപ തട്ടിപ്പുകൾ, ബാങ്കിംഗ്, ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പുകൾ, വാഹന അപകട സംബന്ധമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ, സ്വത്ത് സംബന്ധമായ സ്വകാര്യ വ്യവഹാരങ്ങൾ, വിവാഹം, വിവാഹമോചന, ജീവനാംശ കേസുകൾ എന്നിവയിലും നാട്ടിലും മറുനാട്ടിലും നേരിടുന്ന മറ്റ് ക്രിമിനൽ, സിവിൽ കേസുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും പ്രവാസികൾക്ക് നീതിമേളയിലൂടെ പരാതികൾ സമർപ്പിക്കാം. 2024 മാർച്ച് 1 മുതൽ മെയ് 31 വരെ നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനോട് കൂടിയാണ് നീതിമേള സംഘടിപ്പിക്കുന്നത്. നീതിമേളയിൽ അപേക്ഷ നൽകാൻ താൽപ്പര്യമുള്ളവർക്ക് 8089755390 എന്ന വാട്സാപ്പ് നമ്പറിലൂടെയും needimeela@gmail.com എന്ന ഇമെയിൽ വഴിയും പരാതികൾ സമർപ്പിക്കാം. പരാതികൾ കേരള ഹൈക്കോടതി ഉൾപ്പെടെ നാട്ടിലും UAEയിലുമുള്ള വിദഗ്ധ അഭിഭാഷക സമിതി പരിശോധിച്ച് പരിഹാര നിർദ്ദേശങ്ങൾ നൽകും. ക്യാമ്പയിന്റെ സമാപനത്തിൽ അപേക്ഷകർക്ക് അഭിഭാഷകരുമായി നേരിട്ട് സംവദിക്കാനുള്ള അവസരവുമൊരുക്കും. നിയമപ്രശ്നങ്ങളിൽപ്പെട്ട് മാനസികമായി തളർന്നു കഴിയുന്ന എല്ലാവരെയും നീതിമേളയുമായി ബന്ധപ്പെടുത്തി ഈ അവസരം ഫലപ്രദമായി വിനിയോഗിക്കണമെന്ന് സംഘാടക സമിതി UAEയിലെ മുഴുവൻ സാംസ്കാരിക സംഘടനകളോടും കൂട്ടായ്മകളോടും അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, മിഡിൽ ഈസ്റ്റ്. UAEയിലെ ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.